ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം ഞാനും മോനുസും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ്. അത് എവിടാന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. നിങ്ങളും കൂടെ പോരെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഓക്കെ. ഇതൊന്ന് പേര് പറയുമ്പോൾ ഓടിപ്പിടിച്ചങ്ങ് മുമ്പോട്ടങ്ങ് വെച്ചടിച്ചങ്ങ് പോവും. മനസ്സിലായ? ഓടിപ്പോവുക, കാറെടുക്കാൻ പോവുക. മുണ്ട് ഷർട്ടൊക്കെ ഇട്ടേക്കുന്നത്. എവിടെയെങ്കിലും ഞായറാഴ്ച എന്നെ ഒന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. പെട്ടെന്ന് നമുക്ക് തിരിച്ച് വരികയും വേണം. ഓടിപ്പോവുക, വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ അപ്പോൾ അത് തിരിഞ്ഞു നോക്കി അപ്പോൾ അങ്ങ് ഓടിപ്പോവും. മനസ്സിലായ? എപ്പോഴും ഉള്ളതാണ്. ഒളിച്ചോടി അങ്ങ് പോയി. ഇത് എവിടെ പോയത്? അങ്ങ് ഇരുട്ടത്തത് അങ്ങ് പോയി. വണ്ടി എടുക്കാൻ പോയിരിക്കുക. നല്ലൊരു മഴക്കോളുണ്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ട് നമ്മുടെ കാർ പാർക്കിങ്ങിലോട്ട് വന്നേക്കാണ്. ചെറുതായിട്ടൊരു മഴക്കോളുണ്ട്. മനസ്സിലായ? അപ്പം പോണ സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ. 2 സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അന്നേരം നല്ല കളറുണ്ട്. ചേച്ചി ഞാൻ ഇങ്ങനത്തെ കളറൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ കളറിട്ട് ഒരാളെ ഭയങ്കര ഗൗരവത്തോടെ വണ്ടി ഓടിക്കുക. കാണിച്ചു തരാവേ. കണ്ടോ, ഭയങ്കര ഗൗരവമാണ്. കാരണം എന്തോ ഭയങ്കര ചിന്തയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോഴാണ് എങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പുള്ളി എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. അതാണ് സംഭവം. അപ്പോഴാണ് ഞാൻ ഒരു ആനയെ കണ്ടിട്ട്. നമ്മൾ ഈ യാത്ര പോകുന്ന വഴിക്ക് ആനയുടെ ബാക്ക് സൈഡ് കാണുന്നത് നല്ലതാന്ന് പറയും. ഏതൊരു അമ്പലത്തിലോട്ട് കൊണ്ടുപോകുക, ചിലപ്പോൾ തൃപ്പൂണിത്തറയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അവിടെ ഈ രാത്രിയിൽ ശിവേലിക്ക് ആനയുടെ പുറത്താണ് എഴുന്നള്ളിപ്പ്. അപ്പം അങ്ങോട്ടായിരിക്കാം. എനിവേ ഞാളേനെ ഒന്ന് എടുക്കാൻ നോക്കി, നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, കിട്ടി. അതേ, നമ്മളത് ഇവിടെ എത്തി. ഇത് തൃപ്പൂണിത്തറയിൽ തന്നെയാണ്. ഒരാൾ വെച്ചടിച്ച് ബുക്ക് കണ്ടപ്പോൾ ഓടി അങ്ങ് പോയി, എന്നെ ഇട്ടടിച്ച്. എന്താ ഏതെന്താണോ മേടിക്കാൻ പോകുന്നതെന്ന് നോക്കട്ടെ. എനിക്കൊരു ബുക്ക് നോക്കാനുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ്. അറിയണ്ട. എനിക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് കാണാൻ പറ്റത്തില്ല. ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരനാണ്. അതിന് എവിടെ ചെന്നാലും നോക്കും, ഏത് സ്റ്റോളിൽ ചെന്നാലും നോക്കും പുള്ളിയുടെ ഏതെങ്കിലും ഒരു ബുക്കുണ്ടോ എന്ന്. മഴയായി കേസ്, നല്ല മഴയായി. അപ്പം അവിടുന്ന് നമ്മൾ ഇറങ്ങി. അവിടുന്ന് ഒരു ബുക്കേ മേടിച്ചോളൂ. ചോദിച്ച ബുക്ക് 2 ഇല്ല. ഒരെണ്ണം വേറൊരു ടീമാണ് ഇറക്കിയിരിക്കുന്നത്, അല്ലേ? ഇവരയിൽ മറ്റേ സ്റ്റോക്ക് തീർന്നു പോയി. അപ്പോൾ അതേ ഇവിടുന്ന് നേരെ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. നോക്കൂ ഗൈസ്, അത്ര വലിയ മഴ അല്ലെങ്കിലും പക്ഷെ മഴയാണ്. കോരിച്ചൊഴിയുന്ന മഴയൊന്നുമില്ല, അല്ലേ മോനൂസേ? മോനൂസ് വേണ്ടത്തില്ല. നമ്മൾ ഈ വഴി കൂടെയാണ് ആ സ്ഥലത്തോട്ട് പോകുന്നത്. നമ്മൾ മെയിൻ റോഡിൽ നിന്നൊരു ചെറിയ പോക്കറ്റ് റോഡല്ലേ മനസ്സിലായത്, പോക്കറ്റ് റോഡിലോട്ട് കയറി. ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് സ്ഥലം.
കാരണം കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. ഗ്രൗണ്ട് അങ്ങ് മോനെ, അതാണ്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായിക്കാണ് ഞാൻ എവിടെയാണ് വന്നേക്കുന്നതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം. കുറേ നാൾ കൊണ്ട് വരണമെന്ന് വിചാരിക്കുന്നതാണ്. ഇപ്പോഴാണ് അതിനൊരു അപ്പം ഇതേ ഞാൻ വന്നിരിക്കുന്ന ആമേട എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ്. നമ്മുടെ മണ്ണാർശാലയുടെ അത് ആ ഒരു ഇതുപോലെയാണ് ഈ ക്ഷേത്രത്തിന് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തുള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും ഈ മണ്ണാർശാല അതുപോലൊരു ക്ഷേത്രം തന്നെയാണ് ഈ ആമയുടെ ക്ഷേത്രവും. ഇതിനു മുമ്പ് ഒരിക്കൽ വന്നിരുന്നു, ഈ ക്ഷേത്രത്തിൽ വന്നിരുന്നു. അപ്പം നമുക്ക് എന്ത് ദോഷങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഒരു വിശ്വാസം. എനിവേ ഞാനും വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിനുള്ളിലോട്ടൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനോ മൊബൈലൊന്നും അലോഡല്ല, അതുകൊണ്ടാണ് പുറത്തുനിന്ന് എടുക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന അവിടെയാണ് കേട്ടോ. ഒരിക്കലും ക്ഷേത്രത്തിനകത്ത് പോയി ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് പുറത്തുനിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന് അലോഡില്ല. എനിവേ ഇവിടെ ഇത് നിങ്ങൾ കാണിച്ചു തരാതെ പോകുന്ന മോശമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചിട്ട്. മഴയുണ്ട്, ശരിക്കും നല്ല കാറ്റുമുണ്ട്, നല്ല പ്രകൃതി രമണീയമായി നിൽക്കുന്നു പറയത്തില്ലേ. ഓരോ ക്ഷേത്രമാണ്. ഇതേ പ്രാവിൻ്റെ കൂടൊക്കെ കണ്ട് ശരിക്കും വരിക നിങ്ങളെല്ലാവരും ഇവിടെ പറ്റുന്ന നമ്മുടെ കൊച്ചിയിലുള്ള മിക്ക ആൾക്കാരും ഇവിടെ വരും. ഈ മണ്ണാർശാല എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ. പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അത് തെങ്ങിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്, നല്ല രസമുണ്ട്. ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം. ഇതൊരു പ്രത്യേക ഭംഗിയുണ്ട് ആ പൂ കാണാൻ. ഓക്കെ, ഇത് നമ്മൾ കാണാതെ പോയ വലിയ നഷ്ടം തന്നെയാണ്. ഈ അമ്പലത്തിൻ്റെ എന്താ പറയുക, ബാക്ക് സൈഡിലോട്ടാണ് ഈ ഒരു കായലാണ്. കായലല്ലേ മനസ്സിലായി, കായൽ വരുന്നത്. ശരിക്കും നല്ല അതിമനോഹരമായി നമുക്ക് കാണാൻ, പ്രകൃതി രമണീയം എന്നൊക്കെ പറയത്തില്ലേ, ഇതാണ് ശരിക്കും. ഓക്കെ, ഇത് രസം കാണാൻ സൂപ്പറാണ്. ഇവിടുന്ന് നല്ലൊരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല, നല്ല മഴയായിപ്പോയി കേട്ടോ. അതാണ്. സൂപ്പർ സ്ഥലമാണ് കാണാൻ. ഞാൻ കുറേ വർഷത്തിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഞാനും സോനും അമ്മയും എല്ലാം കൂടെ വർഷത്തിനൊക്കെ മുമ്പ് ഇവിടെ വന്നിട്ട്. പക്ഷേ ശരിക്കും നല്ല മഴ നനഞ്ഞു. ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്നിടത്തോളം ഇവിടെ വരിക. നല്ലൊരു ക്ഷേത്രം തന്നെയാണെന്ന് പറയാം, അടിപൊളിയാണ്, നല്ല വൈബാണ്. ആ കായലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൈബാണ് ശരിക്കും. ഞാൻ ഇതിനു മണ്ണാർശാലയിലൊക്കെ പോയിട്ടുള്ളതാണ്, പക്ഷേ മണ്ണാർശാല പോയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ നമ്മുടെ എറണാകുളത്തുകാർക്ക് പെട്ടെന്ന് വന്ന് ഭഗവാനെ കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. എനിവേ അതുപോലെ ഇവിടെ 7 ദേവിമാരാണ് ഉള്ളതിരിക്കുന്നത്. നാഗരാജാവ് മാത്രമല്ല, ദേവികളും ഉണ്ട്. ഒരു സന്തോഷം, ഒരു തൃപ്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോവുക അല്ലേ മോശം? നമ്മൾ ചായ കുടിക്കുന്നുണ്ടോ അല്ലേ? അയ്യോ, ചായ കുടിക്കുന്നില്ലേ? ചുമ്മാ നമ്മൾ ചായ കുടിക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അന്നേരം വേറൊരു വീഡിയോ വരുമ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.